ഹായ് എല്ലാവർക്കും സ്റ്റാർവേ ടാരറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു സെപ്പറേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കറൻ്റ് ഒരു ബ്രേക്കപ്പിലൂടെയാണ് പോകുന്നതെങ്കിൽ, നിങ്ങൾ പോയതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ എന്ത് അവസ്ഥയിലൂടെയാണ് കടന്നു പോയത് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത്. അതിനായിട്ടൊരു 2 പേരാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന മാത്രം എടുക്കുക, അല്ലാത്തല്ല വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പേരിൽ ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന മജീഷ്യൻ, ചാരിയേറ്റ്, 4 ഓഫ് പെൻഡക്കിൾ, 2 ഓഫ് വാൻസ്, 5 ഓഫ് പെൻഡക്കിൾ, അതുപോലെ നൈറ്റ് ഓഫ് കപ്പാണ് കിട്ടിയിരിക്കുന്നത്. ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് 9 ഓഫ് വാൻസ്, ഹെയറോഫൻ്റ്, അതുപോലെ സൺ കാർഡാണ്. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ മനസ്സിലായത്, നിങ്ങളുടെ പേഴ്സൺ ആരുമായിക്കോട്ടെ, ഇപ്പോൾ മെയിൽ ആയാലും ഫീമെയിൽ ആയാലും, അറിഞ്ഞുകൊണ്ട് അവരുടെ ഡിസ്റ്റൻസ് ഇട്ടതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ബിക്കോസ് ഓഫ് ദർ ഫിനാൻഷ്യൽ ഇഷ്യൂസ്. നിങ്ങളുടെ പേഴ്സൺ അത്ര വലിയ റിച്ച് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് ആൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. അവരവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തൽക്കാലം നിങ്ങളുമായിട്ടൊരു ബൗണ്ടറി ഉണ്ടാക്കിയതായിട്ട് കാണിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇനി ഇത് വേണ്ട, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ. എന്നാൽ അത് തൽക്കാലം നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ആയിരുന്നു എന്നാണ് കാർഡ്സിൽ കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സന്റെ ഫാമിലിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാണുമായിരിക്കാം, കടങ്ങളുണ്ടായിരിക്കാം. സോ അവരായിരിക്കും എല്ലാം നോക്കേണ്ടത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫിനാൻഷ്യൽ ഇഷ്യൂ ഒരു സെപ്പറേഷൻ കാരണമായി എന്ന് കാണിക്കുന്നു. റെസനേറ്റ് ആകുന്നവരെടുക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ പോയതിനു ശേഷം അവരവരുടെ ജോലിയിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫ് ബിൽഡ് ചെയ്യാനുള്ള ഓട്ടത്തിലായിരുന്നു എന്നാണ് കാണിക്കുന്നത്. കരിയറിൽ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. എന്നാൽ നിങ്ങളിലേക്ക് തിരികെ വരണമെന്നുള്ള തീരുമാനിച്ചിട്ടാണ് അവർ പോയതെന്നാണ് കാണിക്കുന്നത്. നമുക്ക് മറ്റ് തേർഡ് പാർട്ടി എനർജി ഒന്നും ഇവിടെ കിട്ടുന്നില്ല കേട്ടോ. അതുപോലെ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന കാർഡെന്ന് പറഞ്ഞാൽ മജീഷ്യൻ എന്ന കാർഡാണ്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ ഈ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഇതുവരെ മൂവ് ഓൺ ചെയ്യാൻ സാധിച്ചില്ലായിരിക്കും. അതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങളും തിരിച്ച് ഈ ഒരു പേഴ്സൻ്റെ വരവിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അത് വർക്ക് ആകുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കിവിടെ 4 ഓഫ് പെൻഡക്കിളും അതുപോലെ 5 ഓഫ് പെൻഡക്കിൾ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്ത പോലെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കാണിക്കുന്ന കാർഡ്സ് ആണ്. അതുപോലെ നമുക്ക് ചാരിറ്റും അതുപോലെ നൈറ്റ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 2 കാർഡ്സും ഒരു തിരിച്ചുവരവിനെ സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ്. അവർക്ക് എല്ലാം ഓക്കെ ആക്കിയ ശേഷം നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ്. അതിനായിട്ട് അവർ നിങ്ങളിലേക്കുള്ള ആ ഒരു റിയൂണിയന് വേണ്ടി സ്റ്റാർട്ടും ചെയ്തതായിട്ട് കാണിക്കുന്നു. എന്നാൽ നൈറ്റ് ഓഫ് കപ്സ് എനർജി ആയതുകൊണ്ട് നമുക്ക് കിട്ടിയതനുസരിച്ച് സ്ലോ മൂവിങ് എനർജിയാണ്. എന്നാൽ ഡെഫിനറ്റ് ആയിട്ടും ഇവിടെ ഒരു 80% ആൾക്കാർക്കും ഒരു റിയൂണിയൻ പോസിബിൾ ആണ്. അതിനായിട്ട് നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു. ബിക്കോസ് നമുക്ക് 2 ഓഫ് വാൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ മജോറിറ്റി ആൾക്കാരും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനാണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ ബോട്ടം എനർജിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് വാൻസ് ആയിരുന്നു. ഓൾറെഡി ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് മനഃപൂർവ്വം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. ഒരുപക്ഷെ നിങ്ങളെ എല്ലാ അക്കൗണ്ടിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആക്ച്വലി അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് എല്ലാം ഓക്കെ ആയ ശേഷം നിങ്ങളെ മാനേജ് ചെയ്യുക, ഹാപ്പിയായി ജീവിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് നമുക്ക് ബോട്ടം എനർജി കിട്ടിയ മറ്റ് കാർഡ്സ് ആയിരുന്നു ഹെയറോഫൻ്റ് കാർഡും അതുപോലെ സൺ കാർഡും. നിങ്ങൾ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ റിലീജിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു മാരേജ് പ്രപ്പോസൽ ആയിട്ടാണ് വരുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു റീഡിങ്ങിൽ ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിക്കുന്നില്ല. റെസനേറ്റ് ആകുന്നതിൽ എടുക്കുക കേട്ടോ. കുറച്ച് ക്ലൂസും കൂടെ നോക്കാം നമുക്ക്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് മകം എന്ന് പറഞ്ഞ നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. അടുത്തതായി റിയൂണിയൻ എന്ന് പറഞ്ഞ കാർഡ് കിട്ടിയിട്ടുണ്ട്. റിയൂണിയൻ പോസിബിൾ ആണെന്ന് പറയുന്നു. അതുപോലെ ബേർഡ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ബേർഡ്സിനെ കാണുന്നതൊക്കെ ഒരു സൈനായിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, രേവതി നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഐ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റർ പി കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എഫ് കിട്ടിയിട്ടുണ്ട്. ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബ്ലൂ കളർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഫേവറേറ്റ് ആയിരിക്കാം. ഓക്കെ, ലെറ്റർ ഡബ്ല്യു കിട്ടിയിട്ടുണ്ട്. ഡിസംബർ മാസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ലെറ്റർ എക്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പൂരിട്ടാതി നക്ഷത്രവും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. താങ്ക് യു. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് കിട്ടുന്ന കാർഡ്സ് 3 ഓഫ് സോർഡ്സ്, 9 ഓഫ് സോർഡ്സ്, ഹൈ പ്രീസ്റ്റസ്, അതുപോലെ 5 ഓഫ് സ്വോർഡ്സ്, 9 ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്,
ബോട്ടം എനർജി കിട്ടിയിരിക്കുന്ന 3 ഓഫ് പെൻഡക്കിൾ, 8 ഓഫ് സോർഡ്സ്, അതുപോലെ കിങ് ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ ബോട്ടം എനർജിയിലും കിട്ടിയത് തേർഡ് പാർട്ടിയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഇവിടെ ഡബിൾ കൺഫർമേഷൻ ആണ്. ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അകപ്പെട്ടു പോയ ഒരാളാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു പൈൽ സ്കിപ്പ് ചെയ്ത് ഫസ്റ്റ് പൈൽ വാച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയതെന്നാണ് കാണിക്കുന്നത്. എന്നാൽ പോയിടത്തു നിന്ന് പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി കൺട്രോളിലാക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ ഫാമിലി മെമ്പേഴ്സും ആകാം കേട്ടോ തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത്. ബിക്കോസ് ഇവിടെ മജോറിറ്റി ആൾക്കാരുടെയും കാര്യത്തിൽ ഒരാളല്ല തേർഡ് പാർട്ടിയുടെ പ്ലേസിൽ നിൽക്കുന്നത്. ഒരുപാട് പേരുടെ എനർജി കിട്ടുന്നുണ്ട്. നിങ്ങളിലേക്ക് അവർക്ക് വരണമെങ്കിൽ ഒരുപാട് പേരെ എതിർക്കേണ്ടതായിട്ടുള്ള അവസ്ഥ കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ പോയ ശേഷം ഈ ഒരു പേഴ്സൺ ടോട്ടലി ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയതെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഓർക്കും അവർ ഹാപ്പിയാണ്, അവർക്കൊരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ കടന്നുപോയ അതേ പെയിനിലൂടെ തന്നെയാണ് അവരും കടന്നുപോയത്. എന്നാൽ അവരത് പുറമേ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല എന്ന രീതിയിലാകാം നടക്കുന്നത്. ബിക്കോസ് നമുക്ക് ബോട്ടം എനർജി തന്നെ കിങ് ഓഫ് സോർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇമോഷൻസ് ഉണ്ടെങ്കിലും അത് ഉള്ളിൽ വെച്ചുകൊണ്ട് പുറമെ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കാർഡാണ് നമുക്ക് കിങ് ഓഫ് സോർഡ്സ്. എന്നാൽ ആൾക്ക് രാത്രിയിലൊന്നും ഉറക്കമില്ല, ഒരുപാട് പെയിനുണ്ട്, നിങ്ങളെ തനിച്ചാക്കിയതിൽ കുറ്റബോധമുണ്ട്, സ്ട്രെസ്സുണ്ട്, ആൻസൈറ്റി ഉണ്ട്. ബിക്കോസ് നമുക്ക് 9 ഓഫ് സോർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോൾ സ്പിരിച്വൽ പാത്തിലാകാം. ബിക്കോസ് നിങ്ങളെ സ്പിരിച്വലി കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൂടി വന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നു. അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണിത്. അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ പോയതിന് ശേഷം നിങ്ങളുടെ മെമ്മറീസ് അവരെ അലട്ടുന്നതായിട്ട് കാണിക്കുന്നു. ഫാമിലി അല്ലാതെ മറ്റ് തേർഡ് പേഴ്സൻ്റെ കൂടെ പോയതാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ആയ ശേഷമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വാല്യൂ മനസ്സിലായത് എന്നാണ് കാണിക്കുന്നത്. ഒരുപാട് ഓർമ്മകൾ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ളതായിട്ട് കാണിക്കുന്നു. അവർ കറൻ്റ്ലി ആ ഒരു സിറ്റുവേഷൻ്റെ അണ്ടറിൽ കൺട്രോൾഡ് ആണ്. ഇപ്പോൾ തൽക്കാലം ഒരു തിരിച്ചുവരവ് സൂചിപ്പിക്കുന്നില്ല. അതിനുള്ള കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഫാമിലി തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നവരുടെ കേസിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. എന്നാലേ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുക്കാം. ആദ്യം തന്നെ പുണർത്ത നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. അടുത്തതായി കോഴിക്കോട് പ്ലേസ് കിട്ടിയിട്ടുണ്ട്. ടോറസ് സോഡിയക് സൈൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, തിരുവോണം നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ലെറ്റർ ഇ കിട്ടിയിട്ടുണ്ട്. പൂരം നക്ഷത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ജി കിട്ടിയിട്ടുണ്ട്. ഓറഞ്ച് കളർ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോ ഫേവറേറ്റ് ആയിരിക്കും. ഓക്കെ, മെയ് മാസം കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഐസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണെ കണ്ണുകൾ അട്രാക്ഷൻ ഉള്ളതായിരിക്കും. ഓക്കെ, റിങ് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് സെപ്റ്റംബർ തന്നെ മാസം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വിർഗോ സോഡിയക് സൈൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റർ ഡി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് കാർത്തിക നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യെല്ലോ കളർ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഫേവറേറ്റ് ആയിരിക്കാം. ആൻഡ് ഫൈനൽ യു എന്ന് പറഞ്ഞ ലെറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. താങ്ക് യു.